അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 1 ചൊവ്വാഴ്ച. സംസ്ഥാനത്ത് സ്വർണ്ണവില ആദ്യമായി 68,000 കടന്നു. പവന് ഒറ്റയടിക്ക് 680 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില 68,000 കടന്നത്. 68,080 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 85 രൂപയാണ് വർദ്ധിച്ചത്. 8,510 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുക. 8 മണിക്കൂർ ചർച്ച നടക്കും. കാര്യോപദേശക സമിതി യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. എല്ലാ MP-മാർക്കും വിപ്പ് നൽകാൻ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. വഖഫ് ബിൽ ചർച്ചയിൽ CPM MP-മാർ പങ്കെടുക്കില്ല. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള 3 MP-മാർ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനാൽ പങ്കെടുക്കാനാവില്ലെന്ന് അറിയിച്ചു. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർക്കുക തന്നെ ചെയ്യുമെന്ന് കോൺഗ്രസ്. പ്രതിപക്ഷ നിർദ്ദേശങ്ങൾ പാടെ അവഗണിച്ചാണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് പ്രമോദ് തിവാരി MP പ്രതികരിച്ചു. സംയുക്ത പാർലമെന്ററി സമിതി ഏകപക്ഷീയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബില്ലിനെ എതിർക്കുമെന്ന് സമാജ്വാദി പാർട്ടിയും വ്യക്തമാക്കി. മതസൌഹാർദ്ദം തകർക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യമെന്നും 1000 പേജുള്ള ബിൽ വായിക്കാനുള്ള സാവകാശം പോലും നൽകാതെയാണ് JPC നടപടികൾ പൂർത്തിയാക്കിയതെന്ന് സമാജ്വാദി പാർട്ടി MP രാംഗോപാൽ യാദവ് പറഞ്ഞു. മുനമ്പത്തിന് പരിഹാരം വഖഫ് ബില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വഖഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ പ്രതിസന്ധി പരിഹരിക്കുമെന്നും മുനമ്പം വിഷയം വിശദമായി പഠിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെയുള്ളവരുടെ ഭൂമി വഖഫ് ബോർഡ് അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്നുവെന്നും ആ ഭൂമി തിരിച്ചുപിടിക്കണമെന്നും ന്യൂനപക്ഷങ്ങളുടെ താൽപര്യം ബില്ലിൽ ഉറപ്പുവരുത്തുമെന്നും കിരൺ റിജിജു പറഞ്ഞു. കേരളത്തിലെ MP-മാർ വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കത്തോലിക്കാ സഭയുടെ മുഖപത്രമായ ദീപിക. വഖഫ് നിയമം ഇല്ലാതാക്കാനല്ല, കയ്യേറ്റ അനുമതി നൽകുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യാനാണ് ആവശ്യപ്പെടുന്നതെന്നും ബില്ലിനെ പിന്തുണച്ചില്ലെങ്കിൽ കേരളത്തിലെ MP-മാരുടെ മതമൌലികവാദ നിലപാട് ചരിത്രമായിരിക്കുമെന്നും ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നു. ആശാസമരം അവസാനിപ്പിക്കണമെന്ന് സർക്കാർ മാത്രം വിചാരിച്ചാൽ പോരെന്ന് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. സമരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും ആശമാരെ ഇതിനായി കരുവാക്കുകയാണെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ ആശമാർക്ക് പ്രഖ്യാപിച്ച ധനസഹായം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. കഴിഞ്ഞ തവണ ക്യൂബൻ സംഘത്തെ കാണാൻ ദില്ലിയിലെത്തിയ ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നെങ്കിലും പാർലമെന്റ് നടക്കുന്ന സമയമായതിനാൽ അനുവാദം ലഭിച്ചില്ല. പാർലമെന്ററി വ്യാമോഹം ചെറുക്കാനാകാതെ പാർട്ടി നിൽക്കുന്നുവെന്നും പാർലമെന്ററി താൽപര്യം വർഗസമരത്തെയും ബാധിക്കുന്നുവെന്നും തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിന്റെ അവലോകന റിപ്പോർട്ട്. പാർട്ടിയിൽ പിന്തിരിപ്പൻ ചിന്താഗതി വർദ്ധിക്കുകയാണെന്നും ധനികരുമായും അധികാരവർഗവുമായും ഏറ്റുമുട്ടൽ പാർട്ടി തയ്യാറാക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാർലമെന്ററി വ്യാമോഹം കാരണം മേൽ കമ്മിറ്റികളും ഉപരിവർഗവുമായി ഒത്തുതീർപ്പുണ്ടാക്കുകയാണെന്നും തൊഴിലാളി വർഗത്തിനിടയിൽ പാർട്ടിയുടെ സ്വാധീനം ഇടിഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന സൂചന നൽകി CPM നേതാവ് M സ്വരാജ്. തനിക്കുള്ളത് തെരഞ്ഞെടുപ്പ് ചുമതലയെന്നും ഒരാൾ വിശ്വാസവഞ്ചന കാണിച്ചെന്ന് കരുതി സ്വതന്ത്ര വിദ്യാർത്ഥി ഇനി വേണ്ടെന്ന നിലപാടില്ലെന്നും നിലമ്പൂരിൽ എല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥി വരുമെന്നും പറഞ്ഞ അദ്ദേഹം ഇടതുമുന്നണിക്ക് നിലമ്പൂരിൽ ഏറ്റവും അനുകൂല സാഹചര്യമാണെന്നും പറഞ്ഞു. എമ്പുരാൻ വിവാദം ചർച്ച ചെയ്യാതെ പാർലമെന്റ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ MP-മാർ നൽകിയ നോട്ടീസുകൾ ഇരുസഭകളിലും തള്ളി.
കോൺഗ്രസ് എംപിമാരായ ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ്, ബെന്നി ബെഹന്നാൻ, ആന്റോ ആന്റണി എന്നിവർ ലോക്സഭയിലും സിപിഎം എംപിമാരായ ജോൺ ബ്രിട്ടാസ്, എ റഹീം, സിപിഐ എംപി സന്തോഷ് കുമാർ എന്നിവർ രാജ്യസഭയിലും നോട്ടീസ് നൽകി. എമ്പുരാൻ സിനിമയുടെ പ്രദർശനം തടയണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി. തൃശൂർ സ്വദേശിയായ ബിജെപി പ്രവർത്തകൻ വി വിജീഷാണ് ഹർജി നൽകിയത്. സിനിമ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നുവെന്നും മതവിദ്വേഷത്തിന് വഴിമരുന്നിടുന്നുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ബിജെപിയുടെ അറിവോടെയല്ല പരാതി നൽകിയതെന്നും വിജീഷ് പറഞ്ഞു. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനെ തുടർന്നുണ്ടായ വിവാദത്തിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. ഇതിൽ എന്താണ് വിവാദമെന്നും എല്ലാം കച്ചവടമാണ് എന്നുമാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. ആളെ ഇറക്കിവിട്ട് പണം ഉണ്ടാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം എമ്പുരാൻ സിനിമയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നല്ല കാര്യങ്ങൾ സംസാരിക്കൂ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എമ്പുരാൻ ഹിന്ദി വിരുദ്ധ സിനിമയെന്ന പ്രചാരണം ബുദ്ധിശൂന്യതയെന്ന് മന്ത്രി എം ബി രാജേഷ്. എന്തിന്റെ പേരിലാണ് സംഘപരിവാർ എമ്പുരാനെ എതിർക്കുന്നതെന്നും നേരിയ വിമർശനം പോലും അനുവദിക്കില്ലെന്ന നിലപാടാണ് അവർക്കുള്ളതെന്നും സിനിമയിൽ വെട്ടിമാറ്റേണ്ട ഒന്നുമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിവാദങ്ങൾക്ക് പിന്നാലെ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനിൽ വരുത്തിയത് 24 വെട്ടുകൾ. നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയിട്ടുണ്ട്. ചിത്രത്തിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമം സീനുകൾ മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സീനും NIA എന്ന് പരാമർശിക്കുന്ന സീനും നീക്കം ചെയ്തിട്ടുണ്ട്. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബജ്റംഗി എന്നത് മാറ്റി ബൽദേവ് എന്നാക്കിയിട്ടുണ്ട്. ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇന്ത്യയിൽ പതിവിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യ കിഴക്കൻ ഇന്ത്യയിലും വടക്കു പടിഞ്ഞാറൻ സമതലങ്ങളിലും ചൂട് കൂടുമെന്നാണ് അറിയിപ്പ്. ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും സാധാരണയേക്കാൾ ഉയർന്ന താപനിലയായിരിക്കും അനുഭവപ്പെടുകയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സസ്പെൻസ് പോസ്റ്റുമായി എൻ പ്രശാന്ത് IAS. ആ തീരുമാനം ഇന്ന് എടുക്കുന്നു എന്നാണ് എൻ പ്രശാന്ത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ഒപ്പം കൊഴിഞ്ഞ റോസാദളങ്ങളുടെ ഫോട്ടോയും പോസ്റ്റ് ചെയ്തു. സംതിങ് ന്യൂ ലോഡിംഗ് എന്ന ഹാഷ്ടാഗും ഒപ്പം ചേർത്തിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥനെയും സഹപ്രവർത്തകനെയും നവമാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചെന്ന ആരോപണത്തിൽ സസ്പെൻഷനിലാണ് എൻ പ്രശാന്ത്. തിരുവനന്തപുരം പാളയത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് പിടികൂടി. കേരള യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ 15 മുറികളിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. 70-ലധികം മുറികളുള്ള വലിയ ഹോസ്റ്റലാണിത്. ഹോസ്റ്റലിലെ ഒരു മുറിയിൽ നിന്ന് 20 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. കഞ്ചാവ് പിടികൂടിയ മുറിയിൽ ആളുണ്ടായിരുന്നില്ല. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മറ്റന്നാളത്തേക്ക് മാറ്റി. ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾക്ക് ജാമ്യം നൽകരുതെന്നും രേഖകൾ സമർപ്പിക്കാനുമുണ്ടെന്ന തടസ്സവാദവും ഷഹബാസിന്റെ പിതാവ് ഇന്ന് കോടതിയിൽ ഉന്നയിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറച്ച് എണ്ണക്കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറുകൾക്ക് 41 രൂപയാണ് കുറച്ചത്. ദില്ലിയിൽ പുതുക്കിയ റീറ്റെയിൽ വിൽപ്പന വില ഇപ്പോൾ 1762 രൂപയാണ്. ചെന്നൈയിൽ വില 1921 രൂപ 50 പൈസയായി. കൊച്ചിയിൽ 1767, 1769 രൂപ നിരക്കിലാകും വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കുക. കർണാടകയിലെ ദാവൻഗരെ ജില്ലയിലെ ന്യാമതി SBI ശാഖയിൽ നിന്ന് 17 കിലോ സ്വർണം കവർന്ന മോഷ്ടാക്കളെ 5 മാസത്തിനു ശേഷം അറസ്റ്റ് ചെയ്തു. മുഖ്യ സൂത്രധാരനായ തമിഴ്നാട് മധുര സ്വദേശി വിജയകുമാർ അടക്കമുള്ള 6 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. വിജയകുമാറിന് പുറമെ അജയ്കുമാർ, അവരുടെ ഭാര്യാ സഹോദരൻ പരമാനന്ദ, 3 പ്രദേശവാസികൾ എന്നിവരാണ് പിടിയിലായത്. സംസ്ഥാനത്തെ 17 സ്ഥലങ്ങളുടെ പേരുകൾ ഒറ്റയടിക്ക് മാറ്റി ഉത്തരാഖണ്ഡ് സർക്കാർ. മുഗൾ സാമ്രാജ്യവുമായി ബന്ധമുള്ള പേരുകളാണ് മാറ്റിയത്. നടപടിയെ BJP പ്രശംസിച്ചു. ഹരിദ്വാർ, നൈനിറ്റാൾ, ഡെറാഡൂൺ, ഉധംസിംഗ് നഗർ എന്നീ ജില്ലകളിലെ സ്ഥലങ്ങളുടെ പേരുകളാണ് മാറ്റിയത്. അടിമത്തത്തിന്റെ അവസാന ശേഷിപ്പും ഇല്ലാതാക്കി എന്നാണ് BJPയുടെ അവകാശവാദം.
അച്ചടക്കം ഹിന്ദുക്കളിൽ നിന്ന് പഠിക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ആഘോഷങ്ങളും ഉത്സവങ്ങളും ധിക്കാരം കാണിക്കാനുള്ള അവസരമല്ലെന്നും റോഡ് നടക്കാനുള്ളതാണെന്നും നിസ്കരിക്കാനുള്ളതല്ലെന്നും സൗകര്യം വേണമെങ്കിൽ അച്ചടക്കം പിന്തുടരാൻ പഠിക്കണമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. റോഡിൽ നിസ്കാരം വിലക്കിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് യോഗിയുടെ വിവാദ പരാമർശം. അമേരിക്കയുടെ ആഗോള പരസ്പര തിരുവ പ്രഖ്യാപനം നാളെ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുമേലും പരസ്പര ഇറക്കുമതി തിരുവ ചുമത്തുമെന്നും എന്താകുമെന്ന് കാണട്ടെയെന്നുമാണ് ട്രംപിന്റെ വെല്ലുവിളി. തിരുവ പ്രഖ്യാപന ദിനമായ നാളെ വിമോചന ദിനമാണെന്നും ട്രംപ് പറഞ്ഞു. വടക്കൻ യൂറോപ്പിലെ ലിത്വാനിയയിൽ പരിശീലനത്തിനിടെ കവചിത വാഹനം തകർന്ന് കാണാതായ 4 അമേരിക്കൻ സൈനികരിൽ 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. പാംബ്രേഡ് എന്ന സ്ഥലത്ത് ചതുപ്പിൽ പുതഞ്ഞ നിലയിലായിരുന്നു മൃതദേഹങ്ങളുണ്ടായിരുന്നത്. ഒരു സൈനികനായി തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് പരിശീലനത്തിനിടെ കവചിത വാഹനത്തിലെ അമേരിക്കൻ സൈനികരെ കാണാതായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ സന്ദർശിച്ചേക്കും. അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശയാത്രയാണിത്. അടുത്ത മാസത്തോടെയാകും സൗദി സന്ദർശനം നടത്തുകയെന്ന് ട്രംപ് തന്നെയാണ് അമേരിക്കൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.